സ്നേഹമുള്ളവരെ, ഇന്ന് കൈത്താക്കാലം 5-ാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗത്തെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഒന്നാമത്തത്, ഈശോ ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. രണ്ടാമത്തത്, ഈ സൗഖ്യമാക്കൽ കണ്ടിട്ട് വിശ്വസിക്കാനാകാതെ ഫരിസേയരും നിയമജരും ഈശോയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. മൂന്നാമത്തത്, ഈശോ ഈ ആരോപണങ്ങളെ യുക്തിഭദ്രമായ മറുവാദങ്ങൾ കൊണ്ട് ഖണ്ഡിക്കുന്നു. നാലാമത്തത്, പിശാച് ബാധയിൽ നിന്ന് മോചിതനായവന് മറ്റുള്ള ജനസമൂഹത്തിന് ഈശോ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഇതാണ് ഈ ഭാഗത്തിൻ്റെ സാരസംഗ്രഹം. ഈ ഭാഗം ശരിയായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സമാന്തര സുവിശേഷങ്ങളായ വിശുദ്ധ മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷങ്ങൾ കൂടി ലൂക്കായുടെ ഈ സുവിശേഷ ഭാഗത്തോട് ചേർത്ത് വായിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാവുകയുള്ളൂ. ഈ സംഭവം എവിടെയാണ് സംഭവിക്കുന്നതെന്നും ആരാണ് ഈശോയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ലൂക്കാ സുവിശേഷകൻ പറയുന്നില്ല. എന്നാൽ ഈ ഭാഗം തന്നെ വിവരിക്കുന്ന മത്തായി ശ്ലീഹായും മർക്കോസ് ശ്ലീഹായും ഇതിൻ്റെ സന്ദർഭവും സാഹചര്യവും എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോ ജെറൂസലേമിൽ നിന്ന് യൂദയ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വീട്ടിലായിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവിടെ വെച്ചാണ് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത്. ഈശോയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ജെറൂസലേമിൽ നിന്ന് വന്ന ഫരിസേയരും നിയമജരുമാണ്. അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ കഠിന ഹൃദയരാണ്. അവർ മറ്റ് സാധാരണ ഫരിസേയരെ പോലെയോ നിയമജരെ പോലെയല്ല. ഇവർ പ്രതികാര ചിന്തയുള്ളവരും കൂടിയാണ്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനം നടത്തുന്നവരാണത് അവർ. അതുകൊണ്ടാണ് ഈശോ പിശാചിനെ ബഹിഷ്കരിച്ച് ഒരു മനുഷ്യനെ സുഖമാക്കിയതിന് ശേഷം പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്നുള്ള അത്യന്തം ആക്ഷേപകരവും അടിസ്ഥാനരഹിതവുമായ ആരോപണം ഈശോയ്ക്കെതിരെ ഇവർ ഉന്നയിക്കുന്ന കഠിന ഹൃദയരും പ്രതികാര ചിന്തയുള്ളവരുമാണ് അവർ എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. നമ്മൾ ഈ ആരോപണം ഈശോയെ എത്രമാത്രം വിഷമിപ്പിച്ചു എന്ന് കാണുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ വിവരണത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ മത്തായി ശ്ലീഹായുടെ വിവരണം 12-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, സ്നാപയോഹന്നാനെ പോലെ ഈശോ ഈ ഫരിസേയരെ അണലി സന്തതികളെ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയാണ്, ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ പറയാൻ പറ്റും? അതിനുശേഷം ഈശോ പറയുന്നു, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഒരുപാട് ഈശോയെ വേദനിപ്പിച്ച ഒരു പ്രസ്താവമായിരുന്നു അത്. തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോയെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടി അവർ പറഞ്ഞ ഈ പ്രസ്താവന കാരണമാണ് ഈശോ പറയുന്നത്, പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. സത്യവിരുദ്ധമായ കാര്യങ്ങൾ അത് സത്യവിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം പറഞ്ഞാൽ അത് ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഈശോ പറയുകയാണ്. മർക്കോസിലെ അത് വ്യക്തമായിട്ട് പറയുന്നു, അവൻ അങ്ങനെ പറഞ്ഞത് അവന് പിശാചുണ്ട് എന്നവർ പറഞ്ഞതിനാലാണ് എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫരിസേയർ ഈശോയ്ക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചത്? കാരണം ഈശോയുടെ ചുറ്റും ആളുകൾ ഒരുപാട് കൂടി, ഈശോയുടെ ജനപ്രീതി കൂടി. അതുകൊണ്ട് ജനക്കൂട്ടത്തിൻ്റെ മധ്യേ വെച്ച് ഈശോയെ മനഃപൂർവ്വം ആക്ഷേപിച്ച് ജനങ്ങൾക്ക് അങ്കലാപ്പുണ്ടാക്കി അവരെ ചിതറിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പിശാചുക്കളെ കൊണ്ടാണ് പുറത്താക്കുന്നത് എന്നുള്ള ആരോപണം ചിലരെങ്കിലും വിശ്വസിച്ചാൽ തന്നെ ആ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് വിള്ളലുണ്ടാക്കാനാവുമെന്നും ഈശോയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിപ്പിക്കാൻ തങ്ങളെ കൊണ്ട് പറ്റും എന്നുമുള്ള ഒരു മോശമായ ചിന്തയിലാണ് ഫരിസേയർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്നു, പിശാചുക്കളുടെ തലവനെ കൊണ്ട് ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. ബേൽസബൂൽ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഈ പദം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാമത്തെ വചനത്തിലാണ്. അവിടെ സമരിയ രാജാവായ അഹസ്യ രോഗബാധിതനായപ്പോൾ താൻ രക്ഷപ്പെടുമോ എന്നറിയാൻ വേണ്ടി എക്കോണിലെ ദേവനായ ബേൽസബൂലിൻ്റെ അടുത്തേക്ക് ആളയച്ചു എന്ന് വിവരിക്കുന്നുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് ബൈബിളിൽ
ബേൽസബൂൽ എന്ന് പറയുന്ന പദം നമ്മൾ കാണുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം പാവകളുടെ ദേവൻ എന്നാണ്. പിന്നീട് കാലാന്തരത്തിൽ ഈ പദം വളരെ ദുഷ്ടവും അങ്ങേയറ്റം നീചവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. വിഗ്രഹങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സുവിശേഷ ഭാഗത്തിൽ ഈ പദം ഫരിസേയർ ഉപയോഗിക്കാനിട വരുന്നത്. അത്രമാത്രം മ്ലേച്ഛമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ ഈ ബേൽസബൂൽ അതിൻ്റെ അങ്ങേയറ്റത്തെ കാര്യത്തെ, അതിൻ്റെ തലവൻ, പിശാചുക്കളുടെ തലവൻ എന്നാണ് പറയുന്നത്, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഈശോ ഈ ആരോപണത്തെ യുക്തിഭദ്രമായി ഖണ്ഡിക്കുകയാണ്. 3 കാര്യങ്ങളാണ് അവിടുന്ന് പറയുന്നത്. ഈശോ പറയുന്നു, ഒന്നാമത്തെ കാര്യം ഇതാണ്: അന്തഛിദ്രമുള്ള ഭവനം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? സാത്താനെ കൊണ്ടാണ് ഞാൻ സാത്താനെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ആ രാജ്യം എങ്ങനെ നിലനിൽക്കും? പരസ്പരം പോരാടുന്ന ആളുകളുള്ള ഒരു സ്ഥലത്തിന് നിലനിൽക്കാൻ പറ്റുമോ? അത് യുക്തിഭദ്രമല്ലല്ലോ, യുക്തിരാഹിത്യം അതിലുണ്ടല്ലോ. അതാണ് ഈശോയുടെ ഒന്നാമത്തെ വാദം. രണ്ടാമത് ഈശോ പറയുന്ന ഇതാണ്: നിങ്ങളുടെ ഇടയിലും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവരുണ്ടല്ലോ, അവരോട് നിങ്ങൾ ചെന്ന് ചോദിക്കുവിൻ, അവർ പിശാചുക്കളെ കൊണ്ടാണോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന്. മൂന്നാമത് അവിടെ നിന്ന് പറയുന്ന, അങ്ങനെ അല്ലെങ്കിൽ ദൈവകൃപയാലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈശോ ഇവിടെ പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. അവിടെ ഫറവോയുടെ മുമ്പിൽ മോശ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആദ്യത്തെ അത്ഭുതങ്ങൾക്ക് പകരമായിട്ട് അതേ രീതിയിൽ ഫറവോയുടെ മന്ത്രവാദികളും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞിട്ട് അവർക്ക് പറ്റാതെ പോയി. അപ്പോൾ അവർ പറയുകയാണ്, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്, ഇത് തങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഇതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, ഇവിടെ വലിയ എന്തോ ദൈവകൃപയുണ്ട് എന്നവർ പറയുകയാണ്. അതേ വാചകം തന്നെയാണ് ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവ കരത്താലാണ് ഞാനിത് പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഈശോ തൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ, രക്ഷാകര സംഭവങ്ങളുടെ അതിൻ്റെ അടയാളമായിട്ട് ഇതിനെ അവതരിപ്പിക്കുക കൂടിയാണ്. അവസാനം നമ്മൾ കാണുന്നത് ഈ ആരോപണങ്ങളെ, അതിനുശേഷം ഈശോ പിശാച് ബാധിതരായിട്ടുള്ള അതിന്ന് സൗഖ്യം പ്രാപിച്ചവരോട് ഈശോ പറയാണ്, സൗഖ്യം പ്രാപിച്ചു എന്നതിൽ കൊണ്ട് തന്നെ സംതൃപ്തരാകരുത്, അത് പരിപൂർണമായ ഒരു ഗ്യാരണ്ടി അല്ല, ജാഗരൂകരായിരിക്കണം. ഇതിനേക്കാൾ വലുതിലേക്ക് തന്നെ ചിലപ്പം വഴുതിപ്പോകാൻ പറ്റാം. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പറയുന്നത്, ഒരു പിശാചുബാനെ സുഖപ്പെടുത്തി നല്ലപോലെ സ്ഥലം അടിച്ച് വൃത്തിയാക്കി കണ്ടു എന്ന് കണ്ടിട്ട് അതിനേക്കാൾ ദുഷ്ടരായ 7 പേരെ കൂടി കൊണ്ടുവന്നു എന്ന് ഈശോ പറയുന്നതിന് കാരണം അതാണ്. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുമെന്ന് പറയാണ്. ഇനിയൊരു അത്യത്ഭുതകരമായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. ആ സംഭവം, ഫരിസേയർ ഈശോയുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് ഈശോയെ തള്ളി പറഞ്ഞല്ലോ. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇത് വലിയ അത്ഭുതകരമായിട്ട് കാണുന്നു, ഈശോയുടെ മറുപടിയൊക്കെ. അതുകൊണ്ട് ഒരു സാധാരണ സ്ത്രീയുടെ അധരത്തിൽ നിന്ന് വലിയൊരു പ്രഘോഷണം ഉയരുകയാണ്. ഈ ഫരിസേയരുടെ കപടമായിട്ടുള്ള ഈ കാര്യത്തിനെതിരെയുള്ള ഒരു സാക്ഷ്യമായിരുന്നു. ആ ആകാശത്ത് അത് അതുല്യമായിട്ടുള്ള ഒരു വാക്യമായിട്ട് പ്രതിധ്വനിച്ച് നിൽക്കുകയാണ്. ഒരു സ്ത്രീ വിളിച്ചു പറയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യം ചെയ്തത്. അങ്ങനെ ആ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഏറ്റവും മനോഹരമായ ഒരു വാചകത്താൽ, ഒരു പ്രസ്താവനയാൽ സുന്ദരമായിട്ട് അവസാനിക്കുകയാണ്. നമുക്കിനി നമ്മുടെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം ഇതാണ്: സത്യവിരുദ്ധമായ കാര്യങ്ങൾ അത് സത്യവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം പറയുന്നവരാണോ നാം? അങ്ങനെ പ്രചരണങ്ങൾ നടത്തുന്നവരാണോ നാം? ഞാൻ ഓർക്കുന്ന ഈ അടുത്തിടയ്ക്ക് നടന്ന സംഭവമാണ്. KS രാധാകൃഷ്ണനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന അത്യധികം വാസ്തവവിരുദ്ധവും അദ്ദേഹത്തിന് തന്നെ അറിയാം, പക്ഷേ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ജ്ഞാനിയായ മനുഷ്യൻ നടത്തിയ തീരെ തരം താഴ്ന്ന ഒരു പ്രസ്താവന. എത്ര അധപതനത്തിലേക്ക് ഒരാൾക്ക് പോകാമെന്നുള്ളതിൻ്റെ സൂചന കൂടി. അദ്ദേഹം പറയാണ്, ജന്തർ മന്ദറിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ ക്രൈസ്തവ മിഷണറിമാരുടെ, അന്താരാഷ്ട്ര മിഷണറിമാരുടെ കരങ്ങളുണ്ടത്രേ. അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ജന്തർ മന്ദറിലെ യുവജനങ്ങൾ പെരുമാറിയത്രേ. എത്രയോ അസഭ്യമായിട്ടുള്ള, അസംബന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്രൈസ്തവ മിഷണറിമാർക്ക് ഫണ്ട് വരുന്നുണ്ടത്രേ. ജെസ്യൂട്ട് അച്ഛന്മാരുടെ എല്ലാം
പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയെ മുഴുവൻ ക്രൈസ്തവൽക്കരിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തോടു കൂടി ഗൂഢമായി അവർ പ്രവർത്തിക്കുന്നുണ്ട് അത്രേ. നോക്കുക, സെമിനാരികളിൽ പോലും വിസിറ്റിംഗ് പ്രൊഫസറായിരുന്ന ഒരു മനുഷ്യൻ്റെ അധിക്ഷേപകരമായിട്ടുള്ള, അത് സത്യവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഏറ്റവും താഴ്ന്ന തണത്തിലേക്ക് പോലും താഴാൻ മടിയില്ലാത്ത രീതിയിലായി പോകുന്നത്. അങ്ങനെയുള്ള മനുഷ്യരും സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈശോ അവരുടെ വിചാരങ്ങളെ മനസ്സിലാക്കി എന്ന് ഈ സുവിശേഷ ഭാഗം പറയുന്നുണ്ട്. ചുറ്റുമുള്ളവരുടെ വിചാരങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു സ്ഥലത്തുനിന്ന് വായിച്ച്, സംഭവമാണോ കഥയാണോ എന്നറിയത്തില്ല, ഒരു കുഞ്ഞ് പപ്പ, അവൻ്റെ പ്രിയപ്പെട്ട പപ്പ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ പപ്പ രാത്രി ലേറ്റായിട്ട് വരണം, അവൻ ഉറങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ പല ദിവസങ്ങളിൽ ആവർത്തിക്കുകയാണ്. അതിനുശേഷം ഒരു ദിവസം പപ്പയുടെ അടുത്ത് ചെന്ന് അവൻ ചോദിക്കുകയാണ്, പപ്പ എന്താ ലേറ്റ് ആകുന്നത്? അപ്പം പപ്പ പറഞ്ഞു, 1-2 മണിക്കൂർ കൂടി പണിത് കഴിഞ്ഞാൽ, ജോലി ചെയ്താൽ പപ്പായ്ക്ക് 1 മണിക്കൂറിന് 10 പൗണ്ട് വെച്ച് കൂടുതലായിട്ട് കിട്ടും, $10 വെച്ച് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അത് ഈ കൊച്ച് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഇവൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ അടുത്ത് ചെന്ന് ഇവൻ ചോദിക്കുകയാണ്, എനിക്ക് $10 തരാമോ? അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കും. പക്ഷേ കൊച്ച് വാശി പിടിക്കുമ്പോൾ അത് കൊടുക്കുകയാണ്. പിറ്റേന്ന് ഇവൻ കണ്ണൊക്കെ മിഴിച്ചിരിക്കുകയാണ്, ഉറങ്ങാതെ തന്നെ പപ്പ വരുന്നതും കാത്ത്. അവന് ഉറക്കത്തെ ഒരു വിധത്തിൽ ചെറിച്ച് ചോദിപ്പിച്ച് പപ്പ വന്നു കഴിഞ്ഞ് അടുത്ത് ചെന്ന്, പപ്പായി സന്തോഷമായി, കൊച്ച് ഉറങ്ങാതെ കാത്തിരുന്നല്ലോ. അടുത്ത് ചെന്നിട്ട് പറയും, പപ്പ നാളെയും ഇതുപോലെ ലേറ്റായിട്ടാണോ വരുന്നത്? അപ്പം പപ്പ പറഞ്ഞു, കൊച്ച് ഉറങ്ങാതിരിക്കണം. അപ്പോൾ കൊച്ച് $10 കൊടുത്തിട്ട് പറയും, പപ്പ 1 മണിക്കൂർ നേരത്തെ വരണം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ വികാരങ്ങളൊക്കെ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ അജപാലരും നേതാക്കന്മാരെന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കോളേജ്, ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, പിള്ളേരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, അധ്യാപകർ പറയുന്നത് ഗൗനിക്കുന്നില്ല, ധിക്കാരപൂർവമായിട്ടുള്ള ഒരു പെരുമാറ്റമൊക്കെ വരുന്നു. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള പല ക്ലാസ്സുകളിലൊക്കെ, മുതിർന്ന ക്ലാസ്സുകളിലാണ് ഈ സ്വഭാവ സവിശേഷത കുട്ടികളിൽ കാണുന്നത്. അടുത്തിടയ്ക്കായിട്ട് കൂടുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പള് നിരീക്ഷണത്തിന് അധ്യാപകരെ തന്നെ വെച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുട്ടികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചില രാഷ്ട്രീയ സംഘടനകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടത്രേ. അവർ പുറകിൽ നിന്ന് ഇവരെ നയിക്കുകയാണ്. അധ്യാപകരെ ധിക്കരിക്കാനും ഒക്കെ ഉള്ള ആ ഒരു പ്രേരണയിലേക്ക് ഇവരെ നയിക്കുന്ന ആ സംഭവം ശ്രദ്ധയപ്പെടും. പിന്നീട് ആ സ്കൂള് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഈ ഹെഡ് മാസ്റ്ററിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ജാഗ്രതയുള്ള, ചുറ്റുമുള്ളവരുടെ വികാരങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തത്, നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, എന്നോട് കൂടെയല്ലാത്തവൻ ചിതറിച്ച് കളയുന്നു എന്ന് പറയാം. എനിക്ക് വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം കണ്ട സന്തോഷ് ജോർജ് കുളങ്ങരയുടെ, അദ്ദേഹം സഞ്ചാരം എന്ന് പറയുന്ന ചാനലിലൂടെ ഒരുപാട് പേരെ, പക്ഷേ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്ന കാര്യം നോക്കുക, നമുക്ക് അങ്ങേയറ്റം കഷ്ടം തോന്നും. അദ്ദേഹം പറയാണ്, ഒരുപാട് മിശിഹാമാർ യൂദയായിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു, അതിലൊരു മിശിഹായാണ് അത്ര ക്രിസ്തു. എന്താണ് മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥവും ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അദ്ദേഹത്തിന്. അതിനുശേഷം അദ്ദേഹം പറയാം, ഗോതമ്പുവയലിലൂടെ ഒരിക്കൽ യേശു നടന്നു പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള എഴുതാനായിട്ട് പറ്റുമോ? 300 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് സുവിശേഷം എഴുതുന്നത്. നോക്ക്, എത്രയോ അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. ആ അജ്ഞതയെ വലിയ കേമമായിട്ട് പറഞ്ഞിട്ട് നോക്കുക, എന്നോട് കൂടി അല്ലാത്തവൻ ചിതറിച്ച് കളയുന്നു. എല്ലാം വിശ്വാസത്തെയും കാര്യങ്ങളെയും എല്ലാം ചിതറിക്കുന്ന, അജ്ഞത നിറഞ്ഞ വർത്തമാനങ്ങളിലൂടെ ചിതറിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ്. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാം. Subscribe now and press the bell icon. Never miss an update.